കട്ടപ്പന നഗരസഭ നിർമ്മല സിറ്റിയിൽ നടപ്പുവഴിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ സ്വകാര്യ വ്യക്തികളുടെ ഇടപെടൽ 50ഓളം കുടുംബങ്ങൾക്ക് യാത്രാ ദുരിതം സൃഷ്ടിക്കുന്നതായി പരാതി. 3 അടി വീതിയുണ്ടായിരുന്ന നടപ്പുവഴിയിൽ ഇരുഭാഗത്തും സ്വകാര്യ വ്യക്തികൾ വേലികൾ സ്ഥാപിച്ചും തുടർന്ന് മണ്ണിടിഞ്ഞു വീണും റോഡിന്റെ വീതി ചുരുങ്ങി കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് ആയിരുന്നപ്പോൾ ആസ്തി രജിസ്റ്ററിൽ ചേർത്ത നടപ്പുവഴിയാണ് നിർമ്മല സിറ്റി ഉലഹനാന്തടംപടി വെട്ടുകല്ലാംകുഴിപ്പടി റോഡ്. ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടപ്പുവഴിയിൽ ഏതാനും ദൂരത്തിൽ കോൺക്രീറ്റ് നിർമ്മിക്കുകയും നടകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബാക്കിയുള്ള ഭാഗം മൺവഴിയായി തന്നെ കിടക്കുന്നത്. ആസ്തി രജിസ്റ്ററിൽ 3 അടി വീതിയാണ് പാതയ്ക്കുള്ളത്. മേഖലയിലെ 50ഓളം കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. കോൺക്രീറ്റ് കഴിഞ്ഞ് മൺഭാഗമുള്ളിടത്ത് ഏതാനും സ്വകാര്യ വ്യക്തികൾ ഇരുവശങ്ങളിലും വേലികൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഒരാൾ ഇരുമ്പ് മുള്ളുവേലി സ്ഥാപിച്ചു, മറ്റൊരാൾ ചെമ്പരത്തി വേലിയും സ്ഥാപിച്ചു. വർഷങ്ങൾ കഴിഞ്ഞതോടെ മണ്ണിടിച്ചും മറ്റുമായി റോഡിന്റെ സ്വാഭാവിക വീതി നഷ്ടപ്പെട്ടു. ഇതോടെ 3 അടി വീതി ഉണ്ടായിരുന്ന റോഡിന് ഇപ്പോൾ 1.5 അടി വീതി മാത്രമായി ചുരുങ്ങി. കൂടാതെ കാൽനട യാത്രക്കാർക്ക് പലപ്പോഴും ഇതുവഴി സഞ്ചരിക്കുമ്പോൾ അപകടങ്ങളും ഉണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നു. 45 വർഷത്തോളമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. 45 വർഷമായിട്ട് നല്ല വഴി തന്നെയായിരുന്നു. ഈ മുള്ളുവേലി ഇടുന്നതിന് മുമ്പ് മുള്ളുവേലി ഇട്ടിട്ട് 7-8 വർഷത്തോളമായി. ഇപ്പം ആദ്യം ഞങ്ങൾ ഈ മുള്ളുവേലി ഇവിടെ ഇടരുതെന്ന് ഇവരോട് നമ്മൾ പരമാവധി പറഞ്ഞു. പക്ഷെ അവരത് ശ്രദ്ധിച്ചില്ല. മുള്ളുവേലി ഞങ്ങൾ ഇടുമെന്ന് പറഞ്ഞാൽ അവരിട്ട്. ഞങ്ങൾക്കിത് മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഞങ്ങൾക്കിത് 3 അടി വഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വഴിയില്ല. ഒരു സൈഡിൽ മുള്ളുവേലിയും മറു സൈഡിൽ ഇങ്ങനെ ചെമ്പരത്തിയും കുത്തിയിറക്കി ഇത് റെഡിയാക്കി വെച്ചേക്കുവാണ്. കൊച്ചുങ്ങൾ പള്ളിക്കൂടത്തിൽ പോയിട്ട് വരുന്ന വഴികളാണ്. പല പ്രാവശ്യം മുള്ളുവേലി വീണ് കൊച്ചിന് അപകടം ഉണ്ടായി. കവളെല്ലാം മുറിയുകയും നെറ്റി മുറിയുകയും എൻ്റെ കൈയെല്ലാം മുറിയുകയും ഒക്കെ ചെയ്തു. മഴക്കാലമാകുന്നതോടെ കോൺക്രീറ്റ് ഇല്ലാത്ത ഭാഗങ്ങളിൽ വഴുക്കലുണ്ടാകുകയും കാൽനടയായി യാത്ര ചെയ്യുന്ന ആളുകൾ തെന്നി വീഴുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം സ്ത്രീ ഇവിടെ വീണ് പരിക്കേറ്റിരുന്നു. അതിനു പിന്നാലെ സ്കൂൾ വിദ്യാർത്ഥിയും തെന്നി വീണ് പരിക്കേറ്റു. തെന്നി വീഴുന്നവർ റോഡരികിൽ നിർമ്മിച്ചിരിക്കുന്ന ഇരുമ്പ് വേലിയിൽ ഉരഞ്ഞും ഇടിച്ചുമാണ് പരിക്കേൽക്കുന്നത്. നിരവധി ആളുകളുടെ യാത്രാമാർഗത്തിനൊപ്പം മേഖലയിലെ പ്രധാന കുടിവെള്ള പദ്ധതിയിലേക്കുള്ള പാത കൂടിയാണിത്. ഇരുമ്പ് കമ്പിക്കൊപ്പം ചെമ്പരത്തി കമ്പുകളും ഉപയോഗിച്ച് വേലികളും സൈഡിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് മഴക്കാലത്ത് വളർന്നു പന്തലിച്ച് വഴി കൂടുതൽ ഇടുങ്ങുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത് വെട്ടിമാറ്റാൻ നാട്ടുകാർ മുന്നിട്ടിറങ്ങുമ്പോൾ സ്വകാര്യ വ്യക്തികൾ തടസ്സവാദം ഉന്നയിക്കുകയാണെന്നും പരാതിയുണ്ട്. രോഗാവസ്ഥയിലുള്ളവരെ അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പോലും സാധിക്കുന്നില്ല. അതിനൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കം വലിയ ദുരിതമാണ് നേരിടുന്നത്. വിഷയത്തിൽ നഗരസഭാ അധികൃതർക്കും ജില്ലാ കളക്ടർക്കും നാട്ടുകാർ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.